Chemistry of Nanomaterials, Class 3, Nanosystems in Nature. So it is found that the organization of nanomaterials is central to biology, and the nanosensors which exist in the biological world as natural receptors of outside stimulation. So let's check some uses of nanosensors. ഇപ്പോൾ ഡോഗ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്മെല്ല് സെൻസ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ ഇൻവെസ്റ്റിഗേഷനിലൊക്കെ ഉപയോഗിക്കാറ്. നെക്സ്റ്റ്, certain plants can detect sunlight, and some fishes use nanosensors to detect small vibrations in surrounding water. ഇതൊക്കെ നാനോസെൻസേഴ്സിൻ്റെ കുറച്ച് യൂസസ് ആണ്. നെക്സ്റ്റ്, നേച്ചർ മേക്സ് നാനോ ഒബ്ജക്ട്സ് ഓഫ് വേരിയിങ് കൈൻഡ്. പ്രകൃതിയിൽ തന്നെ നാനോ ഒബ്ജക്ട്സ് ഉണ്ടാകുന്നുണ്ട്. അതെങ്ങനെയാണ് നോക്കാം. മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു നാനോ പാർട്ടിക്കിളാണ്, ഒരു മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിളാണ്. ആൻഡ് ഈസ് മെയ്ഡ് ബൈ ദ ബാക്ടീരിയ മാഗ്നറ്റോസ്പെറില്ലം മാഗ്നറ്റോടാക്റ്റിക്കം. ആൻഡ് ഈ വൺ ബാക്ടീരിയ ലാക്ടോബാസിലസ് മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. So which can take up metals ions added to buttermilk and reduce them inside the cell and make nanoparticles. ഇത് മുൻപ് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഫഞ്ചി ആൻഡ് വൈറസസ് ആർ ഓൾസോ നോൺ ടു മേക്ക് നാനോ പാർട്ടിക്കിൾസ്. അപ്പോൾ നാനോ പാർട്ടിക്കിൾസിൽ നമ്മുടെ നേച്ചറിൽ തന്നെ നാനോ പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്ന കുറച്ച് ബാക്ടീരിയസ് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. മാഗ്നറ്റോസ്പെറില്ലം മാഗ്നറ്റോടാക്റ്റിക്കം ഒരൊറ്റ ബാക്ടീരിയയുടെ പേരാണ് കേട്ടോ അത്. ലാക്ടോബാസിലസ്, പിന്നെ ഫഞ്ചി, വൈറസ്, ഇതൊക്കെ നേച്ചറിൽ തന്നെ നാനോ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നാനോ ഒബ്ജക്ട്സ് ഉണ്ടാക്കുന്ന കുറച്ച് ബാക്ടീരിയകൾക്ക് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് നാനോ പാർട്ടിക്കിൾസ്. ഇനി നാനോ പാർട്ടിക്കിൾസ് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് മെത്തേഡ്സ് ആണ് മെയിൻലി ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച്. ഇപ്പോൾ രണ്ട് മെത്തേഡ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ ടോപ്പ് ഡൗൺ അപ്രോച്ച് അല്ലെങ്കിൽ ടോപ്പ് ഡൗൺ മെത്തേഡ്. അതിൽ ഫസ്റ്റിൽ നമ്മൾ ബൾക്കായിട്ടുള്ളൊരു മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളതിനെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടിയാണ് ആ ഫിഗർ അങ്ങനെ തന്നിരിക്കുന്നത്. സ്റ്റാർട്ട് വിത്ത് ദ ബൾക്ക് മെറ്റീരിയൽ ആൻഡ് കട്ട് അവേ മെറ്റീരിയൽ ടു മേക്ക് വാട്ട് യു വാണ്ട്. അതാണ് ടോപ്പ് ഡൗൺ മെത്തേഡിൽ പറയുന്നത്. ഇനി അടുത്തത് ബോട്ടം അപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മുകളിലേക്ക്. ഈ കുട്ടികൾ ബ്ലോക്സ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കണ്ടോ, പല പല ഷേപ്പായി. അതാണ് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ബിൽഡിംഗ് വാട്ട് യു വാണ്ട് ബൈ അസംബ്ലിങ് ഇറ്റ് ഫ്രം ബിൽഡിംഗ് ബ്ലോക്സ്. അപ്പോൾ ഇവിടുത്തെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആറ്റംസ് ആകാം, മോളിക്യൂൾസ് ആകാം. അപ്പോൾ ഇവരെയൊക്കെ അടുക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഫിഗറിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഒരു ആവശ്യമുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സ്ട്രക്ചറിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുക. അതാണ് ബോട്ടം അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് മെത്തേഡ്സ് ആണ് മെയിൻലി പ്രിപ്പറേഷൻ ഓഫ് നാനോ പാർട്ടിക്കിൾസിൽ. ഫസ്റ്റ് വൺ ടോപ്പ് ഡൗൺ മെത്തേഡ്, നെക്സ്റ്റ് ബോട്ടം അപ്പ് മെത്തേഡ്. നെക്സ്റ്റ്, സോൾ ജെൽ സിന്തസിസ്. അപ്പോൾ എന്താണ് സോൾ ജെൽ എന്നൊക്കെ നമുക്ക് നോക്കാം താഴെ. സോ സോൾ ജെൽ സിന്തസിസ് ഇറ്റ്സ് എ വെറ്റ് കെമിക്കൽ ടെക്നിക് and is also known as chemical solution deposition. So in this process, sol, that means solution. Sol എന്ന് ഉദ്ദേശിക്കുന്നത് സൊല്യൂഷൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് കേട്ടോ, ഷോർട്ടായിട്ട് എഴുതിയിരിക്കുവാണ്. സോ ഇൻ ദിസ് പ്രോസസ് സോൾ ഇസ് ഇവോൾവ് ടുവേർഡ്സ് ദ ഫോർമേഷൻ ഓഫ് എ ജെൽ. അപ്പോൾ ഒരു ജെല്ല് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ സോൾ ജെൽ സിന്തസിസ് ആ പേരിൽ തന്നെ ഉണ്ട്. സോളും ജെല്ലും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ സോൾ എന്താണ്, ജെൽ എന്താണെന്ന് പറയാം. അപ്പോൾ അതിൽ സോൾ എന്ന് പറഞ്ഞാൽ ഈ ജെല്ല് ഫോം ചെയ്യുന്നതിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ് നമ്മുടെ ഈ സോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജെല്ല് എന്താണ്, ജെല്ലെന്ന് പറഞ്ഞാൽ ഡൈഫേസിക് ആയിട്ടുള്ള സിസ്റ്റമാണ്. അതായത് രണ്ട് ഫേസ് ഉണ്ട്, ഒന്ന് ലിക്വിഡ് ഫേസും ഒന്ന് സോളിഡ് ഫേസും. അതാണ് ജെല്ലെന്ന് പറഞ്ഞാൽ. അപ്പോൾ ജെല്ല് ഫോം ചെയ്യുന്നതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒന്നാണ് സോൾ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഈ സോൾ ഇസ് എ കൊളോയിഡൽ സസ്പെൻഷൻ ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് ഇൻ എ സോൾവെൻറ്റ്. ഓക്കെ, സോൾ എന്ന് പറയുന്നത് ഒരു കൊളോയിഡൽ സസ്പെൻഷനാണ് ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് ഇൻ സോൾവെൻറ്റ്. ഇനി ജെൽ എന്ന് വെച്ചാൽ ഇസ് എ സെമി റിജിഡ് മാസ് that forms when the solvent from the sol begins to evaporate and the particles left behind begin to join together to form a network structure and is known as gel. ജെല്ലെന്ന് പറഞ്ഞാൽ സെമി റിജിഡാണ്, സോളിഡും അല്ല എന്നാൽ ലിക്വിഡും അല്ല, ഇതിനിടയ്ക്കുള്ളൊരു ജെല്ലി സ്വീറ്റ്സ് ഒക്കെ നമ്മൾ കഴിക്കാറില്ലേ, അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ്സ് എ സെമി റിജിഡ് മാസ്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, ദാറ്റ് ഫോംസ് വെൻ ദ സോൾവെൻറ്റ് ഫ്രം ദ സോൾ. അപ്പോൾ സോളിൽ നിന്നുള്ള ആ സോൾവെൻറ്റിനെ ഇവോപ്പറേറ്റ് ചെയ്യും. ഇവോപ്പറേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി അതിൽ അവശേഷിക്കുന്നതെല്ലാം കൂടെ ചേർന്ന് ജോയിൻ ടുഗെദർ ടു ഫോം എ നെറ്റ്വർക്ക്, ഒരു പോളിമർ സ്ട്രക്ചറായിട്ട് മാറുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ജെൽ.
സോ ഇനിഷ്യലി ദ സോൾവെൻറ്റ് മേ നീഡ് ടു റിമൂവ് ഇൻ ഓർഡർ ടു ഗെറ്റ് ജെൽ ലൈക്ക് പ്രോപ്പർട്ടീസ്. അപ്പോൾ ആദ്യം ഈ സൊല്യൂഷനും അല്ലെങ്കിൽ സോൾവെൻറ്റും ജെല്ലും എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ജെല്ലിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ സോൾവെൻറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് സാധാരണ ഉപയോഗിക്കുന്ന സിമ്പിളായിട്ടുള്ള 2 ടെക്നിക്സ് സെഡിമെൻറ്റേഷനും സെൻട്രിഫ്യൂഗേഷനുമാണ്. സെഡിമെൻറ്റേഷൻ നിങ്ങൾ അറിയാലോ, പഠിച്ചിട്ടുള്ളതല്ലേ. സെഡിമെൻറ്റേഷൻ കുറച്ച് നേരം അതിനങ്ങനെ അനങ്ങാതെ വെക്കുക. അപ്പോൾ താഴെ വന്നിട്ട് പാർട്ടിക്കിൾസ് അടിയും മുകളിൽ നിൽക്കുന്ന വെള്ളത്തിനെ നമുക്ക് അതിനകത്തുനിന്ന് ആ മുകളിൽ നിന്നുള്ള വെള്ളത്തിനെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. അതാണ് സെഡിമെൻറ്റേഷൻ. സെൻട്രിഫ്യൂഗേഷൻ അറിയാലോ, ആ ഒരു പ്രോസസ്സ് നിങ്ങൾ സെൻട്രിഫ്യൂഗിങ് ഇൻസ്ട്രുമെൻറ്റിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അലിയാതെ കിടക്കുന്നത്, അതായത് ഒന്ന് ലിക്വിഡായിട്ടും ഒന്ന് സോളിഡായിട്ടും കിടക്കുന്ന ഒരു സൊല്യൂഷനകത്തുനിന്ന് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് മെത്തേഡ്സ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സെഡിമെൻറ്റേഷൻ, സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ ഈ 2 മെത്തേഡ്സ് വെച്ചിട്ടും നമുക്ക് ഈ ജെല്ലിനെ ഈ സോൾവെൻറ്റിൽ നിന്ന് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വേറൊരു പ്രോസസ്സാണ് ഡ്രൈയിങ് പ്രോസസ്സ്. ഡ്രൈയിങ് പ്രോസസ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ സോൾവെൻറ്റിനെ നമുക്ക് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ആ സൊല്യൂഷൻ ജെല്ലിനെ മാത്രമാക്കി എടുക്കാം. അതിനുള്ള നനവിന്, ഈർപ്പത്തിന് അല്ലെങ്കിൽ സോൾവെൻറ്റിനെ നമുക്ക് മാറ്റിയെടുക്കാം. സോ ഡ്രൈയിങ് പ്രോസസ്സിൽ ഷ്രിങ്കേജ് ഉണ്ടാകാം, ഇങ്ങനെ ഉണങ്ങിപ്പോകാം, ഇങ്ങനെ ഉണക്കമുന്തിരിയൊക്കെ ചുളുങ്ങുന്ന പോലെ ഒന്ന് ഉണങ്ങിപ്പോവാം. പിന്നെ വേറൊന്ന്, ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ ഡ്രൈയിങ് നടത്തുന്നത് ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ ഡെൻസിഫിക്കേഷന് കുറച്ചിങ്ങനെ കട്ടിയായിട്ട് മാറാനും ഉള്ള സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ ഇതിന് ശേഷമാണ്, ഇങ്ങനെ ഒരു ഡ്രൈയിങ് പ്രോസസ്സിന് ശേഷമാണ് തെർമൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. തെർമൽ ട്രീറ്റ്മെൻറ്റ് ഈസ് നെസസറി ടു ഫർവേഴ്സ് പോളി കണ്ടൻസേഷൻ റിയാക്ഷൻ ആൻഡ് എൻഹാൻസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ സോൾട്ട് ജെൽ സിന്തസിസിലെ 2 ഒരു റിയാക്ഷൻസാണ് നടക്കുന്നത്. ഒന്ന് ഹൈഡ്രോളിസിസും ഒന്നും പോളി കണ്ടൻസേഷൻ. അപ്പോൾ ഈ തെർമൽ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് പോളി കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ തെർമൽ ട്രീറ്റ്മെൻറ്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് കൂടാനും സഹായിക്കുന്നുണ്ട്. ഓക്കെ. സോ സോൾ ജെൽ പ്രോസസ്സ് ഇസ് യൂസ്ഡ് ടു മേക്ക് ഒരു ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ ഈ സോൾ ജെൽ പ്രോസസ്സ് സെറാമിക് ആയിട്ടുള്ളതും പിന്നെ ഗ്ലാസ് മെറ്റീരിയൽസൊക്കെ, അത് തിൻ ഫിലിംസ്, ഫൈബേഴ്സ്, പൗഡർ ഫോമിലുള്ള സെറാമിക് ആൻഡ് ഗ്ലാസ് മെറ്റീരിയൽസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സോൾ ജെൽ പ്രോസസ്സ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ സോൾ ജെൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പാണ്. പിന്നെ ലോ ടെമ്പറേച്ചർ മതി ഈ പ്രോസസ്സൊന്ന് ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ട്. ഓക്കെ. അപ്പോൾ അതാണ് സോൾ ജെൽ പ്രോസസ്സിനെ കുറിച്ച്. അപ്പോൾ സോൾ ജെൽ പ്രോസസ്സിൽ എന്താണ് സോൾ ജെൽ, ഇവരെങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്, എന്തൊക്കെ പ്രോസസ്സാണ് അതിൽ ഉപയോഗിക്കുന്നത് എന്നീ കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് നാനോ പാർട്ടിക്കിൾസിൻ്റെ 2 മെയിൻ പ്രിപ്പറേഷൻസ് പറഞ്ഞു. ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇക്വേഷൻസോ അതിൻ്റെ റിയാക്ഷൻസോ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് ബാക്ടീരിയസ് വഴി നാനോ ഒബ്ജക്ട്സ് ഫോം ചെയ്യുന്നത്, പിന്നെ നാനോ സെൻസസ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കെമിസ്ട്രി ഓഫ് നാനോ മെറ്റീരിയൽസിൽ പഠിച്ചതിപ്പോൾ. അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത്രയും ക്ലാസ്സിലെ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ.